എല്ലാവർക്കും അങ്ങനെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ ഞാൻ ഇച്ചിരി ഒരു പണിയിലാണ്. അത് ഞാൻ ഇവിടുത്തെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അപ്പം ഈസിയാണ്. എനിക്ക് നാട്ടിൽ വെച്ച് നോക്കുമ്പം ഇവിടുത്തെ പണികൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. ഇവർക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മളെപ്പോലെ കുറേ മസാലകളും പൊടികളും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഈസിയാണ്. പക്ഷെ നിങ്ങൾ ചിക്കൻ സൂപ്പ് കാണുമ്പോൾ ചിലവർക്ക് നമ്മുടെ നാട്ടിൽ ഇത് ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും. ഇതിങ്ങനെ വെളുത്തിരിക്കുന്ന കാണുമ്പോൾ ഇവർ വേറെ ഒന്നും ഇതിന് ചേർക്കത്തില്ല. കുറച്ച് പച്ചക്കറി വെജിറ്റബിൾ അതിൻ്റെ കൂടെ ഇടുകയല്ലാതെ വേറെ മസാലകളും മഞ്ഞപ്പൊടി പോലും ചേർക്കത്തില്ല. അപ്പോൾ ഇത് വെളുത്തിരിക്കുമ്പോൾ ഇത് കാണുമ്പോൾ ചിലവർക്കൊരു ഇതുണ്ടാവുമായിരിക്കും. എനിക്കും അത് ഇവിടെ വന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റായി. ഇവർ ഇത് ഈ ചിക്കൻ്റെ സ്കിൻ പോലും ഇവർ കളയത്തില്ല. അതാണ് ഹെൽത്തി, അതാണ് ടേസ്റ്റ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ചിക്കൻ സൂപ്പിന് ഇവർ കാണുന്നത് ലൈക്ക് ഒരു ആൻറ്റിബയോട്ടിക് എന്ന രീതിക്ക്. കാരണം ഇവിടുത്തെ എൻ്റെ അമ്മച്ചിക്ക് വയ്യാണ്ടൊക്കെ ആയി കഴിയുമ്പോൾ മക്കൾ ഉടനെ പറയുന്നതാണ് ചിക്കൻ സൂപ്പ് കൊടുക്കുക, സൂപ്പ് കൊടുക്കുക, അത് ഭയങ്കര ഹെൽത്തി ആണെന്നാണ് ഇവർ പറയുന്നത്. എനിക്കും പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞു വന്ന സമയത്ത് എനിക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ഇത്. അപ്പോൾ ഇതിന് വേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത പോലെ ചിക്കൻ നമ്മുടെ അത് രോമമൊക്കെ അതേ കാണും. പക്ഷേ അതൊക്കെ നല്ലോണം കളഞ്ഞ് നല്ലോണം നീറ്റാക്കി ഒരു 4-5 കഷ്ണം ഞാൻ എടുത്തു. പിന്നെ വേണ്ടത് ഇതിന് പൊട്ടറ്റോ വേണം, ക്യാരറ്റ് വേണം. പിന്നെ മറ്റേ സാധനത്തിന് എന്നായിരുന്നു പറയുന്നത്, ഈ സംഭവത്തിന് ഞാൻ മറന്നുപോയി. ഇവിടെ ഇത് കിഷു എന്നാണ് പറയുന്നത്. ഇത് വേണം. പിന്നെ ഈ പറഞ്ഞ ഒരു ഉള്ളി എടുക്കും. പക്ഷേ ഈ കഷ്ണങ്ങളൊന്നും ചെറുതാക്കി ഒന്നുമല്ല അരിയുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ വലിയ പീസസ് ആയിട്ടാണ് അരിയുന്നത്. ഒരു കിഴങ്ങൊക്കെ ഒരു 2-3 അല്ലെങ്കിൽ 2 പീസായിട്ട്, വലിയ കിഴങ്ങാണെങ്കിൽ ഒരു 4 പീസായിട്ട് മുറിക്കത്തേ ഉള്ളൂ. അതെല്ലാം നല്ലോണം ക്ലീൻ ചെയ്ത് ഈ ചിക്കൻ പീസിൻ്റെ കൂടെ ഇടും. ഒത്തിരി എളുപ്പമാട്ടോ, ഒരു പണിയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ കുക്കിംഗ് വെച്ച് നോക്കുമ്പം ഇവിടുത്തെ കുക്കിങ് ഭയങ്കര ഈസി ആയിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ സാധാരണ നമ്മുടെ പച്ചവെള്ളം ചേർക്കും. പിന്നെ കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക്, ഒരു 5-8 കുരുമുളക്, അതിൽ കൂടുതൽ ഇടത്തില്ല. അത് അമ്മാമ്മയ്ക്ക് കൊടുക്കുമ്പോൾ അതുപോലെ കെയർഫുള്ളായിട്ട് തന്നെ കൊടുക്കണം. കുരുമുളകൊന്നും അതിൽ പെടാണ്ട്. ഇത് ബേ ലീഫ് ആട്ടോ, എൻ്റെ ബേ ലീഫ് തീർന്നു പോയി. അപ്പോൾ അതിനകത്തുള്ള പൊടികൾ ഞാൻ അതിനകത്തേക്ക് ഇടുവാണ്. ഇത്രയും സംഭവമുള്ളൂ. അത് അടുപ്പേ വെച്ചു. അത് കൂടാതെ ഇതിന് വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഇതുണ്ട്. നമ്മുടെ സെലറി, നമ്മുടെ നാട്ടിൽ ഇതിന് സെലറി തന്നെയല്ലേ പറയുന്നത്, എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഇതിന് നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു രുചി തരുന്നുണ്ട്. അപ്പം ഇത് കുറച്ച് കൂടുതൽ ഇടും അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ നല്ലോണം കഴുകി വലിയ പീസസ് ആയിട്ട് അതിന് കൂടെ ഇടത്തേ ഉള്ളൂ. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ കിടന്ന് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറെങ്കിലും ചെറിയ തീയിൽ ഇത് അവിടെ കിടന്ന് വെന്ത് അതിൻ്റെ സത്തെല്ലാം അതിനകത്ത് ഇറങ്ങി ഉപ്പൊക്കെ നോക്കി ലാസ്റ്റ് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കും.